ഓം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഇന്ന് 11-ാം ദിവസം. ആരണ്യകാണ്ഡം ആരംഭം. ബാലികേ ശുകകുലമൗലി മാലികേ. അവിടെ മുതൽ അഗസ്ത്യസ്തുതി വരെ. സത്വരം ചെയ്കന്നുടൻ ആജ്ഞ നൽകി മുനി. ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ആരണ്യകാണ്ഡം ആരംഭം. ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ബാലികേ ശുകകുലമൗലി മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിയിടുമടിയാതെ. നീലനീരത നിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദളലോചനൻ നാരായണൻ നീലലോഹിതസേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലസീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതീ ഭക്തപ്രിയേ. രാമനാം പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമൻ അദ്വയൻ അനേകൻ അവ്യയൻ അഭിരാമൻ. അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായെത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. മഹാരണ്യപ്രവേശം. പ്രത്യക്ഷുശുദ്ധായ തന്നിത്യകർമ്മവൻ ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ഡരീകോത്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡല മണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടണം. അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യമത്രിമാമുനി കെട്ടു തിങ്ങിയിടും കൗതൂകലം പൂണ്ടുടൻ അരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതകോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്ക് ഒരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം.
ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനി താനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞെഴുന്നള്ളിയിടണം, അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പുക്കൈ ഇരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലം മാറു മഹാഭാഗിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമൻ, ഇന്നത് കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാൻ. എന്തു ദണ്ഡം മന്നവ, നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനുമാകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോട്, നിങ്ങൾ കടന്നങ്ങു പോകന്നു ചൊന്നാൻ. ചെന്നുടനത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമത ഘോരമായുള്ള മഹാകാനനമകമ്പുക്കാർ. ഝങ്കാരനാഥ മണ്ഡിതം സിംഹം വ്യാഘ്രശല്യാദിമൃഗഗണ കീർണ ആതപഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാതിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ, നന്നായി നാല് പുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസംപരിഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം, നല്ലൊരു ശരമൂരി പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം, വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയം മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും, എന്നാലൊരു ഭീതിയുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുദ്ധരനായി നടന്നോരു ശേഷം പിന്നിട്ടാരുടനെ ഒരു യോജന വഴിയപ്പോൾ മുന്നിലം മറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. കൽകാരോൽപ്പല കുമുദാംബുജരക്കോത്പല ബുല്ല പുഷ്പേന്ദീപര ശോഭിതമച്ഛജലം തോയപാനവൻ ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായ ഭൂതലേ പുനരിരുന്നു യഥാസുഖം. വിരാധമത. അന്നേരമാശു കാണായി വന്നിത് വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം. ഉദ്ധൃതവൃക്ഷം കരാളോജ്വല ദംഷ്ട്രന്വിത വക്ത്രഗഹ്വരം ഘോരാകാരമാരുണ്യനേത്രം വാമാംസസ്ഥലന്യസ്തശൂലഗ്രത്തിലുണ്ടു ഭീമശാർദൂല സിംഹമഹിഷമരാഗാദിവാരണ മൃഗ വനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റം തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിലലറി വന്നിടിനാനതു നേരെ ഉദ്ദാനം ചെയ്തു ശാപബാണങ്ങൾ കൈക്കൊണ്ടതാ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തു രാമചന്ദ്രൻ. കണ്ടോ, നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോട് ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാനീ. വല്ലഭേ ബാലേ സീതേ പേടിയായതുമെടോ, വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാൽ ഏതുമൊന്നിളകാതെ
വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും നിഷ്ഠുരതരം അവനെട്ടാശ പൊട്ടും വണ്ണമട്ടഹാസം ചെയ്തു ഇടിവെട്ടിയിടുന്നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാരുടെ ചെയ്താൻ. കഷ്ടമാകന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ട ജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നതസ്തഭയ ചാപതൂണീര ബാണവൽക്കല ജടകളെന്തരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉക്കരുത്തേർ മതിബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയംബിന ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു ദക്ഷണമരുൾ ചെയ്ത നിക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം രാമനെന്നെനിക്കു പേർ എന്നുടെ പത്നിവൽ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നു നാമം ഇവനും മത്സോദരൻ ബുക്കിത് വനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക നീ. ശ്രുത്വാ രാഘവ വാക്യമട്ടഹാസവം ചെയ്തു വക്രവം പിളർന്നൊരു സാലവം പറിച്ചോങ്ങി ക്രുദ്ധനാ നിശാചരൻ രാഘവനോട് ചൊന്നാൻ. ശക്തനാം വിരാതനം തന്നെ നീ കേട്ടിട്ടില്ലേ? ഈ ത്രിലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളത് എത്രയും മൂഢൻ ഭവാൻ എന്നിക ധരിച്ചേൻ ഞാൻ. മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാൻ. നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ ലങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിൻ. അല്ലായെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പടക്കിയിടുവാൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ കുർത്തിച്ചു രാമം പ്രതി വക്രവം പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താൻ. അതു നേരം അസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനേതു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിൽ അത് കണ്ടു ചിത്തകൗതുകത്തോട് പുണർന്നു വൈദേഹിയം. നൃത്തവൻ തുടങ്ങിനാർ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുവികള്. അന്നേരം വിരാതൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ. സ്വർണഭൂഷണം പുണ്ടു സൂര്യസന്നിഭകന്ധ്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തികാരിണം ഗൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയകരം. ഇന്ദിരാരമണമിന്ദീവര ദളശ്യാമമിന്ദ്രാരി വൃന്ദാരക വൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃതിജന മനോമന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡനമസ്കാരവൻ ചെയ്തു ചിത്താനന്ദം പുണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപതേ ധരാപതേ. ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർഭിതനായോരു രാത്തിഞ്ചരനായാനല്ലോ. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധം തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ. സന്തതമിനിച്ചരണാംബുജയുഗ്മം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു. ഭക്ത്യാ വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകണം. പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകണം. ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകണം. നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകണം. ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം. ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ. നമസ്തേ രാമായ ആത്മാരാമായ നമോ നമ. നമസ്തേ രാമായ
സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ. ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേശ, പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിന്മകാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജലോചന, സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയെ കണ്ടു കിട്ടുകയില്ലെന്നെ, ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ശരഭംഗ മന്ദിരപ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പുക്കാർ. സാക്ഷാലീശ്വരനെ മാംശേഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദപക്വാദികളാൽ ആദിത്യൻ ചെയ്തു ചിത്താനന്ദം ഉൾക്കൊണ്ടു ശരഭംഗനും അരുൾ ചെയ്തു. ഞാൻ അനേകം നാളുണ്ടു മാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലേ. ആർജവബുദ്ധ്യ ചിരതപസ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാൻ അവയെല്ലാം മർത്യനായി പിറന്നൊരു നിനക്ക് തന്നേടിനേൻ. അദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യബന്ധിങ്കനാക്കി എന്നിയെ ദേഹത്യാഗം ചെയ്യരുതെന്ന് തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാൻ ഇരുന്നതു ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിന. ചിന്തിച്ചിടുന്നേൻ അന്തസന്തതം ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം. ശ്രീരാമം ദൂർവാതള ശ്യാമളം അംബോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം സൗമിത്രിസേവ്യം ജനകാത്മജാസമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. കുണ്ടഭാവന്നേക്ക് സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു. ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധനൻ. ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ. പാകശാസനൻ പാദാംബോജവും വണങ്ങിനാൻ. മൈഥില്യ സൗമിത്രിണ താപസഗതി കണ്ടു കൗസല്യാതനയനം കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം പുക്കാർ. മുനിമണ്ഡലാഗമനവും ആശ്രമ പ്രവേശവും. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നത് കേട്ടു ചണ്ഡ ദീദിതി കുലജാതനം ജഗന്നാഥൻ പുണ്ടരീകാശൻ തന്നെ കാൺമാനായി വന്നേടിനാൻ. രാമലക്ഷ്മണന്മാരും ജാനകീ ദേവിതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോട് അഭോഗാനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമതൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ. ദാതാവർത്തിക്ക മൂലം ഭൂഭാരങ്ങളവാനായി ജാതനായത് ഭുവി മാർത്താണ്ഡ കുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നത് ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരത ശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്നു നൂനം.
നാനാ താപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നീടണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്തു മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിപർണശാലകൾ കണ്ടാൽ അന്നേരം തലയോടും എല്ലുകളുമെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തൊന്ന് അത്ര ഉണ്ടാവാനകോ. തദ്വാക്യം കേട്ടു ചൊന്നാൻ താപസജനം, രാമഭദ്ര നീ കേൾക്ക, മുനി സത്തമന്മാരെ കൊന്നു നിർദ്ദയൻ രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശമസ്തി വ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിദ്ധം കാരുണ്യപരവശചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്ത നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപന്തപോ നിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം സത്യവിക്രമനിത് സത്യവൻ ചെയ്തു തത്ര നിത്യസംപൂജ്യമാനായി വനവാസികളാൽ തത്ര തത്രൈവ മുനി സത്തമാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടും അനുജനോടും കൂടി സത്സംഗ സർഗാനന്ദേന വസിച്ചു കഴിഞ്ഞതു വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. സുധീഷ്ണാശ്രമ പ്രവേശം. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം, മുഖ്യതാപസകുലശിക്ഷ സഞ്ചയപൂർണം, സർവർതു ഗുണഗണ സമ്പന്നമനുപമം, സർവകാലാനന്ദദാനോദയമത്യത്ഭുതം, സർവപാദപ ലതാ ഗുൽമസങ്കുലസ്ഥലം, സർവസൽ പക്ഷി മൃഗ ഭുജംഗ നിഷേവിതം. രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരദൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംപൂജിച്ചരുളിനാൻ അർഘ്യവാദ്യാദികളാൽ. ഭക്തി ഉണ്ടശ്രുജല നേത്രനായി സകൽഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ, നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മൽഗുരു നിയോഗത്താൽ. ബ്രഹ്മശങ്കര മുഖ്യ വന്ദ്യമാം പാദമല്ലോ നിന്മകാമായ അർണവം കടപ്പാൻ ഒരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ, വേദ്യമില്ലൊരു നാളുമാരാലും ഭവത്തത്വം. ഭൃത്യനായിടണം ഞാൻ, തോൽപാദാംബുജം നിത്യമുൾക്കാമ്പിൽ വസിക്കണം. പുത്രഭാര്യാർത്ഥ നിലയന്ധകൂപത്തിൽ വീണു ഭക്തനായി മുഴുകിയിടുമെന്നെ നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. മൂത്രമാംസാമേദ്യ ആന്ധ്രപുൽഗ പിണ്ഡമാകങ്കാത്രമോർത്തോളമതി കാഷ്മലം അതിങ്കലുള്ള ആസ്തയാം മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശന ഭവാൻ വാഴുകനുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും. പൊന്മന്ത്ര ജപരഥന്മാരായ ജനങ്ങളെ തൊന്മകാമായ ദേവി ബന്ധിച്ചിടുകയില്ല. തൊന്മന്ത്ര ജപ വിമുഖന്മാരാം ജനങ്ങളെ തൊന്മകാമായ ദേവി ബന്ധിപ്പിച്ചിടുന്നതും. സേവാനുരൂപ ബലദാന തൽപരൻ ഭവാൻ ദേവപാദപങ്ങളെപ്പോലെ വിശ്വേശ പോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായി ഭവാൻ വാഴുന്നു മോഹാത്മാനാം.
നാനാരൂപങ്ങളായി തോന്നുന്ന ലോകത്തിങ്കൽ ഭാനുമഞ്ജലം പ്രതി വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞുപാസിപ്പു ഞാൻ ദയാനിധേ. അദ്ദൈവ ഭവച്ചരണാംബുജയുഗ്മം മമ പ്രത്യക്ഷമായി വന്നതു മത്തപോ ബലവശാൽ ത്വന്മന്ത്രജപ വിശുദ്ധാത്മന പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണ അഗോചരമായൊരു ഭവദ്രൂപം ത്വന്മായ വിടംബനരചിതം മാനുഷികം മന്മത കോടി കോടി സുഭഗം ഗമനീയം കാരുണ്യപൂർണ നേത്രം കാർമുക ബാണധരം മേരമു സുന്ദരമുഖമജിനാംബരതരം സീതാസംയുതം സുമിത്രാത്മജ നിഷേവിത പാദപങ്കജം നീലനീരദകളേബരം കോമളമതിശാന്തമനന്ത ഗുണമഭിരാമമാത്മാരാമമാനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമദ്യമമ ഗോത്രഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിയിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടണം, മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചിടിന മുനിയോടു മന്ദഹാസവം പൂണ്ടു രാഘവനരുൾ ചെയ്തു നിത്യവും ഉപാസന ശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കൺമാനായി വന്നു മുനേ. സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. തൊൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാമർത്യനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും. ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ. താപസോത്തമ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടൊരാഗ്രഹം തവാചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാൻ എന്തതിനാവതിപ്പോൾ. തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയുണ്ടടുത്തതും അഗസ്ത്യാശ്രമം മുനേ. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീഷ്ണനും അസ്തുതേ ഭദ്രം അത് തോന്നിയതിന്നു ഞാൻ കാട്ടുവനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ വാട്ടമെന്നിയേ വസിക്കേനമിന്നിവിടെ നാം. ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ. ഇത്തമാനന്ദം പുണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാ മുനിയോടും ജാനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നതു രാമൻ അഗസ്ത്യാനുജാശ്രമേജവം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനം. വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യോന്യം സല്ലാപം ചെയ്തിരുന്നൊരു ശേഷം. അഗസ്ത്യ സന്ദർശനം. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനന മാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം. സർവർത്തുബല കുസുമാഢ്യ പാദപ ലതാസംവൃതം നാനാമൃഗ സഞ്ജയ നിഷേവിതം. നാനാപക്ഷികൾ നാദം കൊണ്ടതി മനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം നന്ദന സമാനം ആനന്ദദാനാഢ്യം മുനി നന്ദന വേദധ്വനി മണ്ഡിതമനുപമം. ബ്രഹ്മർഷി പ്രവരന്മാരാമരമുനികളും
സമ്മോദം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവസ്തുക്കളും ഉണ്ട് അറ്റമില്ലാതെ വണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണുന്തോറും. ആചന്യമോരോന്നിവ കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ച അനന്തരം അരുളി ചെയ്താൻ രാമൻ വിശ്രുതനായ സുതീഷ്ണൻ തന്നോടിനിയിപ്പോൾ വേഗേന ചെന്നു ഭവാനഗസ്ത മുനീന്ദ്രനോടാഗതനായോരെന്നെ അങ്ങുണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതുപാശ്രമം. ശ്രുത്വാ രാമോക്തം സുതീഷ്ണൻ മഹാപ്രസാദമിത്യുക്ത്വാ സത്വരം ഗത്വാ ആചാര്യമന്ദിരം മുദാ നത്വാ തം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘൂത്തമഭക്തസഞ്ജയാവൃതം രാമമന്ത്രാർത്ഥ വ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി കാമദമഗസ്ത്യം ആത്മാരാമം മുനീശ്വരം. ആരൂഢ വിനയം കൊണ്ടാനത ഭക്തത്തോടും ആരാൾ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ദേ നിൻതൃക്കടലിട കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രം തേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം. പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമരാമേതി രാമമന്ത്രവും ജപിച്ച് അതികോമളങ്കാളമേഘശ്യാമളം നളിനാക്ഷം ഇത്യുക്ത്വാ സർവസമുദ്ധായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്ത ഭക്ത്യാ മുനിസത്തമരോടും നിജശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം ഭക്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദൃഷ്ട്വാ ചിരമദ്ദൈവ സമാഗതം. യോഗ്യനായി പോരിഷ്ടാതിഥി ബലാൻ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ. അദ്യവാസരം മമ സബലം അത്രയെല്ലാം തവ സാബല്യവും വന്നതു ജഗൽപദേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്ത്യാദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശംസജനായ ലക്ഷ്മണനേയം ഗാത്രസ്പർശന പരമാഹ്ലാദ ജാതസ്രവ നേത്രകീലാലാകുലനായ താപസവരന്നേകേന കരേണ സംഗൃഹ്യ രോമാഞ്ചന്യുതൻ രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠനാശ്രിത ജനപ്രിയനായ വിശ്വേശം രാമം. പാദാർഘ്യ ആസനമധുവർക്ക മുഖ്യങ്ങളുമാപാദ്യ സമ്പൂജ്യ സുഖമായുപവിഷ്ടം നാഥം വന്യഭോജങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനനേകാന്തേ ചൊല്ലിടിനാൻ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഓര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലേ പാരാപകരണം ചെയ്തിടുവാനെന്നു തന്നെ
സാരസാനന സകലേശ്വര ദയാനിധേ. ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേൻ ആനന്ദ സ്വരൂപനാ നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിക്ഷ സംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേഘനായ ആനന്ദനായി ലോകകാരണൻ വികൽപോപാതിവിരഹിതൻ. തന്നുടെ മായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നോ ഉപനിഷദ്വശാൽ. മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും, മായാതീതന്മാരെല്ലാം സംസൃതി എന്നും ചൊല്ലും. വിദ്വാൻമാരവിദ്യ എന്ന് പറയുന്നുവല്ലോ, ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലു. നിന്നുടെ യോഗത്തിനാൽ മഹത്തത്വത്തിങ്കലെന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതോ മൂന്നുമെന്നറിഞ്ഞാലും. താമസത്തിങ്കൽ നിന്ന് സൂക്ഷ്മതന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായത് ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകൻ ലിംഗം അവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട് പുമാനുണ്ടായതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷ്യ തിര്യജ്ഞോനി ജാതികൾ വ്യവസ്ഥാവര ജംഗമൗക പൂർണമായുണ്ടായി വന്നു. ത്വന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ലോകസൃഷ്ടിക്കുരജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാ നാഭയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും. ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ചു ജാഗ്ര സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവർത്തൻ നിത്യൻ ഏകൻ അവ്വേനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായതു ഭവാൻ തൊന്മകാമായ രണ്ടു വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ വിദ്യയെന്നല്ലോ ചൊല്ലൂ നിവർത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവർത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്ത വാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യസീകതരന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യതാനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യ ഉണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവരേകാന്ത മുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വത്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ
ശ്രീരമണാത്മാരാമാ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരംഗിൽ ചൊല്ലുവെന്തരാപത്തെ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ, ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതേഷണന്മാരായി സദാ തോൽഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈകപരായണനുമായി നിത്യം യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായി ഏകാന്തേ ശമതമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം. കൊൽക്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ ത്വദ്ഭക്തിയും നിങ്കല പ്രേമവായ്പം രാഘവ സദാ ഭവിക്കണമേ ദയാനിജേ. തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും ഉൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നിതു മമ ജന്മം, ഇന്നുമൽ കൃതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു, ഇന്നല്ലോ സഫലമായി വന്നിതു മന്നേത്രവും. സീതയാ സാർത്ഥം കൃതി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നണം ദയാംബുദേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നൻ നിക്ഷിപ്തമായ ശാപം ബാണതൂണീരത്തോടും കൊടുത്തു കൺകത്തോടും ആനന്ദവിഭൂഷനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനിഷ്ടമാക്കിയിടണം വൈകിടാതെ. സാക്ഷാ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനു മത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമേതീരെ നല്ലൊരാശ്രമം ചമച്ച് അതിൽ സീതയാ വസിക്കപോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ.